ആക്ടിവിറ്റികളൊക്കെ ഏറ്റവും പ്രധാനമുള്ള ഇതേ വിഷയങ്ങളെ പറ്റിയുള്ളൊക്കെ ചർച്ചകൾ ചർച്ചകൾ ജനങ്ങളുടെ ഇടയിലുള്ള ബോധം വളർത്തുക തന്നെയാണ്. അത് പല പല രീതിയിലുണ്ടാവും. ഒന്ന് ക്ലാസ്സുകളുടെ പരമ്പരയാകാം, അല്ലെങ്കിൽ പ്രതികരണമാകാം, അതല്ലെങ്കിൽ ഡിസ്കഷൻസ് ആകാം. പല പല മാർഗങ്ങളുണ്ട്, പല പല രീതികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ രീതി. പരിഷത്ത് വിജയം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. വിജയത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ പരാജയത്തിൽ നമ്മുടെ പരാജയമല്ല, നമ്മുടെ പരാജയം നമുക്ക് പിൻവലിക്കേണ്ടി വരില്ല. നമ്മളെ എതിർപ്പ് തുറന്നിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അതിനേക്കാളൊക്കെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ലോകഗതിയിലെ മൊമെൻറ്റം ഇപ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ ആ മൊമെൻറ്റം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് വെക്കുന്നതാണ്, പലർക്കും വെക്കുന്നതാണ്. അത് അവസാനം തകർച്ചയിൽ വരുന്നത്. ആ അവസാനം തകർച്ചയിൽ വരുന്നതിന് മുമ്പേ ബ്രേക്കിട്ട് നിർത്താൻ പറ്റുമെന്നുള്ളത് ജനങ്ങളെ ഇപ്പം ബ്രേക്കിടാൻ ജനങ്ങൾ തയ്യാറായില്ല. അത് പണ്ട് കാലത്തൊക്കെ MKPയും അതേപോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ്, നന്നായി പഠിച്ചതിന് ശേഷമാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇന്ന് പഠിച്ച അഭിപ്രായം പറയുന്ന ആൾക്കാർ കുറവാണ്. ചുമ്മാ കേട്ട വഴിക്കൊരു അഭിപ്രായം പറയാം. അങ്ങനെ പറയാൻ പരിഷത്ത് തയ്യാറില്ല. അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പരസ്പരം ബുദ്ധിമുട്ടും. വേണ്ടാന്നും വേണമെന്നും ബുദ്ധിമുട്ടാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാനീ കാണുന്ന സയൻറ്റിഫിക് ടെമ്പർ നാരങ്ങ വെച്ചിട്ടുള്ളതോ അമ്പലത്തിൽ പോകുന്നതൊന്നും ആൻറ്റി സയൻറ്റിഫിക്കൊന്നുമല്ല. അത് മനുഷ്യൻ്റെ പഴയ ഓരോ മനുഷ്യനും രണ്ട് തലമുണ്ട്. ഒന്ന് ഭൗതിക തലം, മറ്റൊന്ന് വികാരത്തിലും. വികാരത്തിലും പല തരത്തിലുണ്ടാവും. ഭൗതികതലത്തിലായിട്ട് പൊരുത്തപ്പെട്ടോളൊന്നുമില്ല. അപ്പോൾ ഭൗതിക തലത്തിൽ ഭൗതിക തലത്തിലാകുമ്പോൾ അത് സയൻറ്റിസ്റ്റാവും. അപ്പോൾ CVR രാമൻ സയൻറ്റിസ്റ്റല്ല, അല്ലെങ്കിൽ സാരാഭായ് സയൻറ്റിസ്റ്റല്ല എന്ന് പറയുന്ന അർത്ഥമില്ല. എന്നാൽ അങ്ങനെ കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എൻ്റെ വളരെ ബ്രോഡായിട്ടുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് നാളെ നിർദ്ദേശം നന്നാക്കാൻ പറ്റും എന്നുള്ള ബോധം. ആ രൂപത്തിലുള്ള പരിഷത്തിൻ്റെ ആദ്യത്തെ രൂപത്തിലൊന്നാണ്. അതായത് ബുദ്ധിജീവികളുടെ മതം സംഘടനയായിട്ടാണ് വന്നത്. ആ ബുദ്ധിജീവികളുടെ സംഘടനയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരാൾ ഉത്തരവാദിത്തമില്ല. പലപ്പോഴും ധാരണ വെച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് ഒരിക്കൽ താമസത്തേക്ക് തോന്നി EMS എൻ്റെ സഹായം കിട്ടി കഴിഞ്ഞാൽ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് ജനകീയാസൂത്രണം എന്നുള്ള പരിപാടി മുന്നോട്ടേക്കാണ് ചെയ്യണത്. ആ EMS EMS തലക്കെട്ടില്ല തോന്നി. EMS അംഗീകരിച്ചപ്പോൾ പിന്നെ പാർട്ടിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. തോമസ് ഐസക്കും EMSൻ്റെ മകൻ അനിയനും കൂടിയിട്ടാണ്, സീസറിനും കൂടിയിട്ടാണ് EMSനെ ബോധ്യപ്പെടുത്തുക. അങ്ങനെയാണ് ജനകീയാസൂത്രണം വന്നത്. ജനകീയാസൂത്രണം വന്നതും പക്ഷേ ആ ജനകീയാസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഞാൻ പറഞ്ഞ തരത്തിലുള്ള ആ തരത്തിലുള്ള ജനകീയാസൂത്രണമൊന്നും ഇയാൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതിലേക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതിലേക്കും വ്യവസായം വേണം. പക്ഷേ ആത്യന്തികമായിട്ട് ഇന്ത്യയിലാകെ വിപ്ലവം വരും, അതല്ലാണ്ട് താഴ്ന്ന മോളികളെ ബിൽഡപ്പ് എന്നുള്ളത് താല്പര്യമുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടായിരുന്നില്ല. ഒന്ന്
കേന്ദ്രീയ നിയന്ത്രണമുള്ള ജനകീയാസൂത്രണ ആ ആ കേന്ദ്രീയ നിയന്ത്രണം പതുക്കെ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യം ബുദ്ധിമുട്ടില്ല അവർക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഉള്ള പഞ്ചായത്തിലൊക്കെ ആൾക്കാർക്കൊക്കെ തന്നെ ഉള്ള ധാരണ വെച്ചാൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. കീഴിലുള്ള സ്വതന്ത്രമായിട്ടൊരു രാജ്യമായിട്ട് ഒരു പഞ്ചായത്തിനെ കാണാൻ അവർക്ക് ധൈര്യം ഒന്നുമില്ല. സ്വതന്ത്രമായൊരു ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഈച്ച് വില്ലേജ് ഷുഡ് ബി സെൽഫ് വില്ലേജ് റിപ്പബ്ലിക്കാണ്, സ്വതന്ത്ര രാജ്യമായിട്ട് വളർന്നതാണ്. ആ തരത്തിൽ കാണാൻ അവർക്ക് കഴിയില്ല. അത് കഴിയില്ല അവർക്ക്. അത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഇതിൽ വരുന്നില്ല. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ അഭിപ്രായമുള്ളവരും. എന്നെ പുറത്താക്കുന്ന ഇതൊന്നും ഒരു ബന്ധനമല്ല. അത് എൻ്റെ നിലപാടായിട്ട് ബന്ധനമല്ല. എൻ്റെ അന്നേക്ക് 2 ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞിരുന്നു. ഒന്ന് ബാലാനന്ദ ഗ്രൂപ്പ്, ഒന്ന് അച്യുതാനന്ദ ഗ്രൂപ്പ്. അച്യുതാനന്ദ ഗ്രൂപ്പ്, ബാലാനന്ദ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു പിണറായി. അപ്പോൾ പിണറായിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പും അച്യുതാനന്ദൻ്റെ റിബൽ ഗ്രൂപ്പായിട്ട് ഈ ഗ്രൂപ്പ് വർക്കിൽ അവർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അതിൽ ശക്തനായുള്ള താങ്ങാൻ വന്ന് ഇയാളാണ് ഐസക്കാണ്. ഫൈനാൻസ് മന്ത്രിയൊക്കെയായിട്ട് വന്നേക്കാം. അപ്പോൾ ഐസക്കിനെ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളിച്ചാൽ അവർ വീക്കാവുന്ന ധാരണയിൽ ഐസക്കിനെതിരായിട്ടാണ് ആക്രമണം ചെയ്യുന്നത്. ഐസക്ക് അമേരിക്കൻ ചാരനാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐസക്കിനെ നേരിട്ട് എതിർത്ത് ചെയ്യാൻ പറ്റില്ല. എന്നെ എതിർത്തിട്ട് ഐസക്ക് ഞാനും തമ്മിലുള്ള ബന്ധം അന്ന് അറിയാം. അപ്പോൾ ഐസക്കിൻ്റെ ഗുരുനാഥനായിട്ടാണ് എന്നെ കണക്കാക്കിയത്. അപ്പോൾ എന്നെ എതിർത്ത് കഴിഞ്ഞാൽ ഐസക്കിനെ മേലാവും. അതുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. പിണറായിട്ട് ഞാൻ എതിർപ്പൊന്നുമില്ല, അഭിപ്രായത്തതേ ഉള്ളൂ. അഭിപ്രായത്തത കുറേ ആളായിട്ടുണ്ട്. അത് അപ്പോൾ പിണറായിയുടെ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ യോജിക്കുന്നില്ല. പാർട്ടിയുടെ മുഴുവൻ ജനറൽ കൺസെപ്റ്റും ആയിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ യോജിക്കുന്നില്ല എന്നുള്ളത് അന്നൊന്നും ഞാൻ വ്യക്തമാക്കിയിരുന്നില്ല. അന്നൊന്നും എനിക്ക് അത്ര വ്യക്തമായിരുന്നില്ല. പിന്നീടാണ് അതൊക്കെ വന്നത്. അത് പാർട്ടി സോവിയറ്റ് യൂണിയൻ പാർട്ടിയുടെ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റിനാണ് നമ്മുടെ പാർട്ടിക്ക് ഉണ്ടായത്. അതിനാണ് ചൈനയ്ക്കുള്ളത്. അത് വെച്ചാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം, മുതലാളിത്തത്തെ ഒട്ടിച്ച് കളയുക, മുതലാളിത്തത്തെക്കാളും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക, മുതലാളിത്തത്തെക്കാളും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ മുതലാളിത്തത്തെ കടത്തി വിട്ടുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അത് വലിയ അത് അർത്ഥമില്ലാത്തതാണ്. എന്നുവെച്ചാൽ മുതലാളിത്തത്തെ വെട്ടുന്നത് വെച്ചാൽ അപ്പോഴേക്കും എൻവയൺമെൻറ്റിനെ പറ്റി ധാരാളം കൃത്യമായിട്ട് അറിയാം. എൻവയൺമെൻറ്റ് കംപ്ലീറ്റ് ഇല്ലാണ്ടാവും, നശിച്ചു പോകും. പിന്നെ 1972 തന്നെ സ്റ്റോക്ക് കോൺഗ്രസും ഒക്കെ വന്നിട്ടുണ്ട്. 92 എർത്ത് സമ്മിറ്റ് വന്നു. എർത്ത് സമ്മിറ്റിൽ എല്ലാവരും പറഞ്ഞു ഭാവി ഇരുണ്ടതാണ്, ഭാവി പ്രത്യേകിച്ചും ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻക്രീസ് കൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലം കൊണ്ട് ഉണ്ടാവും. അങ്ങനെ വളരെ ഇരുണ്ട ഒരു ഭാവിയാണ് അന്ന് പ്രവചിച്ചത്. ആ പ്രവചിച്ച അത് ശരിയാണെന്ന് എനിക്ക് തോന്നി, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം കേരളത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണമല്ല. അന്നൊക്കെ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ മാറ്റി കാർഷിക മേഖല ഊന്നിയിട്ടുള്ളൊരു വികസനമാണ് വേണ്ടത്. അത് താഴ്ന്ന വലിയ വ്യവസായങ്ങളല്ല, ചെറിയ വ്യവസായങ്ങളുണ്ട്. അങ്ങനെ ഗാന്ധിയൻ എന്ന് പറയുന്നത് ഗാന്ധിയനല്ലേ, ഗാന്ധിയന് വ്യവസായമില്ല, സയൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ താഴത്തെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ബേസിക്
ലെവലിൽ ഉള്ള വികസനം. അതായത് ഒരു പഞ്ചായത്ത് അതിനെ പൂർണ്ണമായിട്ട് സെൽഫ് അങ്ങനത്തെ പഞ്ചായത്തുകളുടെ ഒരു ഒരു ഫെഡറേഷൻ ആയിരിക്കണം ലോകം മുഴുവൻ എന്നുള്ളൊരു കാഴ്ചപ്പാട് നടത്തി. ആ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ അതിന് വേണ്ടി അതിനെ ശക്തിപ്പെട്ട വർക്കാണ് ചെയ്യണം. പക്ഷെ ആ കാഴ്ചപ്പാട് പാർട്ടിക്ക് ഇഷ്ടമല്ല. പാർട്ടിയുടെ കാഴ്ചപ്പാട് വലിയ ഇതായിട്ട് ഒക്കെ വൻതോതിൽ വന്നിട്ട് മുകളിൽ താഴത്തേക്കാണ് അവർക്ക് സോഷ്യലിസം ബിൽഡപ്പ്. ഞങ്ങൾ പറയും താഴ്ന്ന് മോടിക്കാണ് സോഷ്യലിസം ബിൽഡപ്പില്ല. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ തമ്മിൽ വ്യത്യാസം വന്നു. ആ വ്യത്യാസം കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം എല്ലാവരും ആ കാഴ്ചപ്പാടിലാണ്. വളരെ കുറച്ച് പേരെ ഈ കാഴ്ചപ്പാടുള്ളൂ. വളരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇപ്പം മരിച്ചു പോയില്ലേ, ഇപ്പോൾ ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് മുതലാളിത്ത വാദത്തിൽ കൂടെ പോകണമെന്നുള്ള മുതലാളിത്ത വാദം എന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ അതൊക്കെ വെച്ചുകൊണ്ടാണ് വെച്ചിട്ട് തൊഴിലാളികൾ സമരം ചെയ്യാനൊക്കെ പോയിട്ട്. അപ്പോൾ ആ തരത്തിലുള്ള ചൈനീസ് മെത്തേഡ് ചൈനയിൽ വന്നത് അങ്ങനെയാണല്ലോ. മാവാണ് കുറച്ച് താഴ്ന്ന് മോടിക്കുന്നുള്ളത് വന്നപ്പോൾ ആ മാവിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നൊക്കെ അപകടക്കാരായതുകൊണ്ട് അവരാരും ദുരുപയോഗിച്ചു. അപ്പോൾ ജനങ്ങളെ ഇഷ്ടമില്ലാണ്ടേ അപ്പോഴേക്കാണ് ചുവന്നായിട്ട് ആൾക്കാർ വന്നിട്ട് ഇൻഡസ്ട്രിയൽ പാത്ത്. അപ്പോൾ മാർക്സിൻ്റെയും കാഴ്ചപ്പാടിൽ തൊഴിലാളി വർഗ്ഗമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ആ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ വളരെ വ്യവസായം പാടില്ല, വൻകിട വ്യവസായം പാടില്ല. അങ്ങനെയാണ് ചൈനയിൽ ഒക്കെ വൻകിട വ്യവസായങ്ങളായിട്ട് പാടില്ല. ആ തരത്തിലുള്ള ഒന്നാണ് ബുദ്ധദേവൻ്റെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെടുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പാർട്ടി ആകെ ഇല്ലാണ്ട് പോകും. പിണറായി ഇത് എങ്ങനെയാണ് മാറിയെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അച്യുതാനന്ദനായിരുന്നു പരിഷത്തിൻ്റെ അനുകൂലിയായിട്ടുള്ളത്. അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ കാലത്ത് പരിഷത്തിൻ്റെ ആൾക്കാർ ചീത്ത പറയുമ്പോൾ അങ്ങനെ ചീത്ത പറയാൻ പാടില്ല പറഞ്ഞിട്ട് അവർ പാർട്ടിക്കകത്ത് പരിഷത്തിന് അനുകൂലമായുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അച്യുതാനന്ദൻ്റെ കണ്ണു മഞ്ഞളിച്ചു. പിണറായി എതിർക്കണം. പിണറായി എതിർക്കണം അച്യുതാനന്ദൻ എന്നെ എതിർക്കണം. അങ്ങനെ ഒന്നാണ് എൻ്റെ ഇത്. ഞാൻ വെറും യൂണിറ്റ് സെക്രട്ടറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായില്ല, ഒരു സാധ്യതയില്ല. യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിൽ എൻ്റെ എഴുത്തുകൾ ഞാൻ പ്രതിനിധിയുള്ള കാര്യങ്ങൾ പാർട്ടി വിരുദ്ധമായിട്ടാണ് പുറത്താക്കിയത്. കമ്മ്യൂണിസം ഈ പാത കൂടെ പോയാൽ നശിച്ചു പോകും. പുതിയ പാത സ്വീകരിക്കാൻ അവർക്ക് പറ്റിയ അപ്പോൾ അതിന് കമ്മ്യൂണിസം എന്നുള്ള വേറെ വരും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകില്ല. ഫെയിലിയറൊന്നുമില്ല, അതൊക്കെ വസ്തുനിഷ്ഠമായി സംഭവിച്ചതേ ഉള്ളൂ. അന്നുള്ളത് അതൊരു ഫെയിലിയർ പറയാൻ പറ്റില്ല. ഇപ്പം ഇല്ല. ആ വ്യത്യാസം ഉണ്ടാവണം. ആ വ്യത്യാസം ഉണ്ടായാലേ നടക്കുള്ളൂ. മുതലാളിത്തം എന്നുള്ളത് മൂലധനത്തിൻ്റെ അടിസ്ഥാനമാണ്. മൂലധനം ഉണ്ടാക്കണം വെച്ചാൽ ഉൽപ്പാദനത്തിൻ്റെ നല്ലൊരു പങ്ക് ഉള്ളവരെ നല്ല മൂലധനമായിട്ട് മാറുള്ളൂ. അപ്പോൾ അസമത്വം വേണം.
അത് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ മുതലാളിത്ത ഇതിൽ പുരോഗതി ഉണ്ടെന്ന് പറയുന്നില്ലേ, ഈ പുരോഗതിയൊക്കെ യഥാർത്ഥമല്ലാതാണ്. മനുഷ്യൻ്റെ തൃപ്തി, ഹാപ്പി, ഗ്രോത്ത് ഹ്യൂമൻ ഹാപ്പിനെസ് കുറഞ്ഞവരാണ് ലോകത്തിലാകുന്നതാണ്. എല്ലാവർക്കും എല്ലാ പാർട്ടിക്കും ആ പാർട്ടികൾ ഡിസിപ്ലിൻ, ആ പാർട്ടിയുടെ ഡിസിപ്ലിൻ വിവരമായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് ഇരിക്കുമ്പോൾ അതിനുള്ളിൽ പിടിച്ചു നിർത്താൻ ചിലർക്ക് പിടിച്ചു നിർത്തിയാൽ കുഴപ്പമുണ്ടാവില്ല, ചിലരെ പിടിച്ചു നിർത്തിയാൽ കുഴപ്പമുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല, ഏത് പാർട്ടിക്കും ഉണ്ടാവും.